നല്ല സോഫ്റ്റ് മീറ്റായിട്ടുണ്ട്. എൻ്റെ വായിൽ നിന്ന് തന്നെ സത്യം പറഞ്ഞാൽ വെള്ളം വന്നു തുടങ്ങി. ഇറക്കാമെന്നല്ലാണ്ട് ഇപ്പം നമുക്ക് കഴിക്കാം. അപ്പം ഞാൻ ജസ്റ്റ് എന്താ ഇത്ര നല്ല സോഫ്റ്റായിട്ട് നമുക്ക് പുള്ള് ചെയ്ത് കിട്ടണം കേട്ടോ. ഇനിയൊരു ബ്രെഡ് എടുത്തിട്ട്. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഒരിക്കൽ കൂടി പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഓണമൊക്കെ കഴിഞ്ഞു. നമ്മൾ ഓണ സമ്മാനമൊക്കെ ഓൾറെഡി ആൾക്ക് എത്തിച്ചിട്ടുണ്ട് കേട്ടോ. ആൾ നമുക്ക് ഡീറ്റെയിലൊക്കെ അയച്ചു തന്നായിരുന്നു. അപ്പോൾ ഞാനത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇന്ന് ചെയ്യുന്ന ഒരു വെറൈറ്റി ബീഫ് പുൾഡ് ബീഫാണ്. നല്ല ടേസ്റ്റിയാണ്. നമുക്ക് സാൻഡ്വിച്ചിൻ്റെ കൂടെ അല്ലെങ്കിൽ തന്നെ നമുക്ക് പൊട്ടറ്റോ ഒക്കെ ആയിട്ടായാലും ഇത് കഴിക്കാൻ വളരെ ടേസ്റ്റാണ്. വളരെ സിമ്പിൾ റെസിപ്പിയാണ്. നമുക്ക് ആ കുക്കിംഗ് ടൈം കുറച്ച് ഓവറാണ്. നമുക്ക് കുറച്ച് ടൈം കൂടുതൽ എടുക്കുന്നല്ലാണ്ട് നമുക്കതിൻ്റെ മാരിനേഷനോ അല്ലെങ്കിൽ വേറെ കുക്കിംഗ് പ്രോസസ്സിനൊന്നും വേറെ ടൈം അതിന് സ്പെൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ ഓവനിൽ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു 4 to 5 hours നമുക്കത് വെക്കണം. അത് സ്ലോ കുക്കിംഗ് ആണ്, എന്നാലാണ് അത് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഇതൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കാം. ഇനി ഞാനൊന്ന് ആ മാരിനേഷൻ്റെ പ്രിപ്പറേഷനിലേക്കൊന്ന് കിടക്കുവാണ്. അപ്പോൾ എല്ലാം ഞാൻ റെഡി ആക്കിയിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. ഒരു 1/2 ടീസ്പൂൺ ജീരകം പൊടിച്ചത്, ഒരു 4 ടേബിൾ സ്പൂൺ നമ്മൾ റെഡിമെയ്ഡ് മിക്സ്ഡ് ആണത്. അപ്പോൾ സോൾട്ടും പിന്നെ തൈമും റോസ്മേരി ഇതെല്ലാം കൂടി വന്ന ഒരു മിക്സാണത്. അപ്പോൾ അതും കൂടി ഞാൻ ആഡ് ചെയ്യാണ്. ഒരു 6 ചുള വെളുത്തുള്ളി ചതച്ചതാണ്. നന്നായിട്ട് രണ്ട് ടേബിൾ സ്പൂൺ ബ്രൗൺ ഷുഗർ, നമ്മൾ ബ്രൗൺ ഷുഗർ ചേർക്കുന്നത് വെന്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ ഒരു ചെറിയ ബ്രൗൺ കളറും പിന്നെ ഒരു ചെറിയ സ്വീറ്റ്നെസ്സും നമ്മുടെ ബീഫിന് കിട്ടും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മളത് ചേർക്കുന്നത്. ഇനി നമുക്ക് ഒരു ടീസ്പൂൺ മസ്റ്റാർഡും കൂടി ഇതിൻ്റെ കൂടെ തന്നെ ആഡ് ചെയ്യണം. ഇനി നമുക്ക് കുറച്ച് ഫ്രഷ് പെപ്പർ പൊടിച്ചിടാം. ഇനി നമുക്കൊരു 2 ടീസ്പൂൺ പപ്പരിക്കയാണ്. സാധാ മുളക് പൊടി ഉപയോഗിക്കേണ്ട കേട്ടോ, നല്ല എരിവായിരിക്കും. അപ്പോൾ അതാകുമ്പോൾ കളറും കിട്ടും, നമുക്ക് ടേസ്റ്റും ഉണ്ടാകും. പിന്നെ നമുക്കിത് കുഴച്ചെടുക്കാനുള്ള ഓയിലും, ഒലിവ് ഓയിലും അല്ലെങ്കിൽ സാധാ ഓയിലും കൂടി ഒഴിക്കാം. ഇതൊരു 2.5 കിലോ ബീഫാണ് ഞാൻ മാരിനേഷന് വേണ്ടി എടുത്തേക്കുന്നത്. ഇനി നമ്മളതൊന്ന് മാരിനേറ്റ് ചെയ്തിട്ട് 2 മണിക്കൂർ വെക്കാൻ പോവാണ്. അപ്പോൾ നന്നായിട്ടത് ഒന്ന് തേച്ച് പിടിപ്പിക്കണം. നമ്മുടെ മാരിനേഷൻ നല്ല കിടുക്കാച്ചി മണമാണ് കേട്ടോ. നല്ല ടേസ്റ്റ് ആയിരിക്കും എന്തായാലും ഇത് കുക്ക് ചെയ്ത് റെഡി ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ. നന്നായിട്ട് തേച്ച് പിടിപ്പിച്ച് കൊടുക്കണം. എന്നിട്ട് മസാജൊക്കെ ചെയ്ത് നല്ല സുന്ദര കുട്ടപ്പനാക്കി ഇങ്ങനെ എടുക്കാം. ഇനി നമ്മൾ 2 സൈഡും ഒന്ന് സീർ ചെയ്തെടുക്കാൻ പോവാണ്. ഇനി നമുക്കതൊന്ന് തിരിച്ചിട്ടെടുക്കണം.
നമുക്ക് 4 സൈഡ് ഇതേപോലെ തന്നെ ഒന്ന് ചെറുതായിട്ടൊന്ന് മൊരിയിച്ചെടുക്കണം കേട്ടോ. ഇതിന്റെ മണം ഒരു രക്ഷയില്ല കേട്ടോ. ഇനി നമ്മൾ 2 സൈഡ് ഒന്ന് മറച്ചിടാൻ പോവാണ്. അപ്പോൾ നമ്മൾ 2 സൈഡ് ചെയ്തു. ഇനി ഈ സൈഡ് കൂടി സീറിങ് കഴിഞ്ഞിട്ട് ഇനി നമ്മൾ ഇതൊന്ന് തീ ഓഫ് ചെയ്തിട്ടാണ് അടുത്തതായി നമ്മൾ ഇനി ബേക്ക് ചെയ്യാൻ പോകാൻ കേട്ടോ. അപ്പോൾ നമുക്കൊരു 2 സവാള ചെറുതല്ല ഒരു അതിൻ്റെ ആ ബേസിൻ്റെ അടിയിൽ ഇടാൻ വേണ്ടിയിട്ട് നമ്മളൊന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. കുറച്ച് വലിയ കഷ്ണങ്ങളായിരിക്കണം കേട്ടോ, തീരെ പൊടിയാവരുത്. നമുക്കത് അതിൻ്റെ അടിയിൽക്കൂടെ എയർ കയറാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് താഴെ പാനിൻ്റെ താഴെ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അടിയിലും നന്നായിട്ട് കുക്കായി കിട്ടും. നമുക്ക് വൈറ്റ് ഒനിയനോ റെഡ് ഒനിയനോ ഏത് വേണമെങ്കിലും ചേർക്കാം കേട്ടോ. നമ്മളിങ്ങനെ പാനിൻ്റെ അടിയിൽ നിരത്താം. ഇതിൻ്റെ മുകളിൽ നമ്മുടെ ബീഫ് ഇരുന്നോളൂ. ഇനി അടുത്തതായിട്ട് നമ്മൾ ബീഫിൻ്റെ ബ്രോത്ത് ഒഴിച്ചു കൊടുക്കുകയാണ്. നമുക്ക് ഡ്രൈ ആയി പോകാതിരിക്കാനാണ്. നമുക്ക് ആവശ്യത്തിന് ഒഴിച്ചു കൊടുക്കാം. ഇനി നമ്മൾ അതിലേക്ക് എടുത്തു വയ്ക്കുകയാണ്. നമ്മുടെ കയ്യിൽ കുറച്ച് മാരിനേഷൻ കൂടി ബാക്കിയുണ്ട്. അപ്പോൾ അതുകൂടി ഞാനൊന്ന് തേച്ച് കൊടുക്കുകയാണ്. കാരണം അത് കളയാനായിട്ട് തോന്നുന്നില്ല. നല്ല സ്മെല്ലും കാര്യങ്ങളൊക്കെ ഉള്ള നല്ലൊരു കോമ്പിനേഷനാണ് അത്. അപ്പോൾ അതുകൂടി ഞാനൊന്ന് ഇതിൽ തേച്ച് കൊടുത്തേക്കാണ്. നിങ്ങൾക്കത് നിർബന്ധമില്ല. നിങ്ങൾ ഒരു പ്രാവശ്യം തേച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ തേച്ചില്ലാന്ന് വെച്ചാൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ. പക്ഷേ എനിക്കത് കളയാൻ തോന്നാത്തതുകൊണ്ട് അങ്ങനെ തേക്കാണ്. പക്ഷേ അത് നമുക്ക് ടേസ്റ്റ് വെച്ചാൽ അതൊന്നും തോന്നില്ല. സൂപ്പർ തന്നെയായിരിക്കും. ഇനി നമുക്കിത് ഫോയിൽ വെച്ചിട്ടൊന്ന് റാപ്പ് ചെയ്യണം. ഇനി ഞാനിതൊന്ന് ബേക്ക് ചെയ്യാൻ പോവാണ്. അപ്പോൾ നമ്മൾ 150 ഡിഗ്രി ഫാരൻഹൈറ്റിലാണ് നമ്മൾ ബേക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഒരു നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു 4 to 5 hours നമുക്ക് വെക്കണം കേട്ടോ. ഒരു 4-5 മണിക്കൂർ വെച്ചാൽ മാത്രമേ അതിന് ജ്യൂസി ആയിട്ട് സോഫ്റ്റ് ആയിട്ട് നമുക്കത് മീറ്റ് കുക്കായി കിട്ടുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ ഹോട്ട് ടെമ്പറേച്ചറൊക്കെ കൂട്ടിയിട്ട് വേവിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പെട്ടെന്ന് ഡ്രൈ ആയി പോകും. അപ്പോൾ നമുക്ക് ജ്യൂസി ആയിട്ടൊന്നും കിട്ടില്ല. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ഫോയിൽ പേപ്പർ നന്നായിട്ട് കവർ ചെയ്യാൻ ശ്രമിക്കുക. പുറത്തേക്ക് ഹീറ്റൊക്കെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാലും ഡ്രൈ ആയി പോകും. അപ്പോൾ ഇനി നമുക്ക് ഇത് ബേക്ക് ചെയ്തിട്ട് കാണാം. ഇനി നമുക്കൊരു അരമണിക്കൂർ അതിൻ്റെ ഫോയിലൊന്ന് മാറ്റിയിട്ടൊന്ന് ബേക്ക് ചെയ്യാം. നമ്മുടെ ബീഫ് റെഡി ആയിട്ടുണ്ട്. നല്ല കിടിലൻ ലുക്ക് തന്നെ കിട്ടിയിട്ടുണ്ട്. നല്ല ഡാർക്ക് ബ്രൗൺ കളർ നമുക്ക് ആയിട്ടുണ്ട്. അപ്പോൾ ഞാനതൊന്ന് സാൻഡ്വിച്ച് ആയിട്ടാണ് ഇന്ന് കഴിക്കാൻ പോകണം. നമുക്ക് എങ്ങനെ വേണമെങ്കിലും കഴിക്കാം. നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് എങ്ങനെ വേണമെങ്കിലും കഴിക്കാം. അപ്പോൾ ഇപ്പോൾ ഞാനൊന്ന് സാൻഡ്വിച്ച് ഉണ്ടാക്കി കഴിക്കുകയാണ്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഒന്ന് പുള്ള് ചെയ്ത് കാണിച്ചു തരാം നിങ്ങൾക്ക്. 2 ഫോർക്ക് വെച്ചിട്ട് വളരെ ഈസി ആയിട്ട് നമുക്ക് പുള്ള് ചെയ്തെടുക്കാം. നല്ല സോഫ്റ്റ് മീറ്റായിട്ടുണ്ട്. എൻ്റെ വായിൽ നിന്ന് തന്നെ സത്യം പറഞ്ഞാൽ വെള്ളം വന്നു തുടങ്ങി. ഇറക്കാമെന്നല്ലാണ്ട് ഇപ്പം നമുക്ക് കഴിക്കാം. അപ്പോൾ ഞാൻ ജസ്റ്റ് കണ്ടോ ഇത്ര നല്ല സോഫ്റ്റായിട്ട് നമുക്ക് പുള്ള് ചെയ്ത് കിട്ടണം കേട്ടോ. ഇനി ഒരു ബ്രെഡ് എടുത്തിട്ട്, സോറി ബണ്ണട്ടാ, ബ്രെഡല്ല ബണ്ണ്. ഇനി നമുക്ക് ഞാൻ ആ മയോണൈസും ചിക്കോട്ട്ലെ സോസും കൂടി ഇതാണ് നമ്മുടെ ചിക്കോട്ട്ലെ സോസ്. അപ്പോൾ ഇതും കൂടി നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്.
നമുക്ക് ഈ മീറ്റ് ഇതിലേക്ക് കുറച്ചിടാം. എന്നിട്ട് ഈ സോസ് നമ്മളിങ്ങനെ ഓടിച്ചിട്ട് ഒഴിക്കുക. കുറേ ഒന്നും വേണ്ട കേട്ടോ, മയണൈസാണ്. അത്ര അങ്ങനെ ഹെൽത്തി ഒന്നല്ല, എന്നാലും നമുക്ക് ടേസ്റ്റിന് വേണ്ടി അങ്ങനെ ഒഴിക്കണമെന്നുള്ളൂ. പിന്നെ കുറച്ച് ലെറ്റസ് നമ്മൾ ചോപ്പ് ചെയ്താണ്, തിൻലി സ്ലൈസ്ഡ് ആണത്. അതുകൊണ്ട് ഒന്ന് മേളിൽ വെച്ചിട്ട് ഇങ്ങനെ കവർ ചെയ്ത് സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് സപ്പോർട്ടൊക്കെ ചെയ്യാനായിട്ട് ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.